ഇന്ന് പകൽക്കാലം നിന്നിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവ പ്രവർത്തികളെ കണ്ട് ജനം ഞെട്ടുവാൻ പോകുകയാ. നിന്നിലൂടെ വെളിപ്പെടുന്ന ദൈവ പ്രവർത്തികളെ കണ്ട് ജനം ഞെട്ടുവാൻ പോകുകയാ. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ ദൈവം യേശു സൗഖ്യമാക്കിയ ഒരു വ്യക്തിയെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ ചെറുപ്പം മുതൽ അവനെ ബാധിച്ചതായ രോഗത്തിൻ്റെ അവസ്ഥയുമായി ആ പിതാവ് അവനെയും കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എവിടെ കൊണ്ടുപോയാൽ ഇവൻ സൗഖ്യമാകും, ഏത് സ്ഥലത്തോടിയാൽ ഇവന് സൗഖ്യം ലഭിക്കും. ഇന്ന് സൗഖ്യത്തിന് വേണ്ടി ജനം ഓടുന്ന അവൻ വളരെ നെട്ടോട്ടമുണ്ട്. എവിടേക്ക് ഓടും അല്ലേ? ഞാൻ ആത്മാവിൽ ഒന്ന് നിന്നോട് പറയാം, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈകുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവത്തോട് നീ അടുത്തു ചെന്നാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ ചിലത് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നീ അടുത്തു ചെന്നാൽ ഇന്ന് പകൽ നിന്റെ മേൽ ചിലത് വെളിപ്പെടുവാൻ ഇടയായി തീരും. അവിടെ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം വായിച്ചുവല്ലോ. അത് അവനെ എവിടെ വച്ച് പിടിച്ചാലോ അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് കഴിയാത്തത് യേശു ഇന്ന് പകൽ ചെയ്തെടുക്കുവാൻ പോകുന്നു. പ്രൈസ് ഗോഡ്. ചിലർക്ക് കഴിയാത്തത് യേശു ഇന്ന് പകൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ആ കരം ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ.